ടുലിപ്പ് ഫ്ലവറിൻ്റെ ലീഫ് ചെയ്ത് നോക്കിയാൽ നമുക്കിന്ന്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വയറും യാണും, ഞാനിവിടെ കോട്ടൺ ഞാനാണ് എടുത്തേക്കുന്നത്. അക്രിലിക് ആയാലും കുഴപ്പമില്ല. പിന്നെ 3.5 mm ഹുക്കും ഒരു സിസേഴ്സും എടുത്തിട്ടുണ്ട്. ഈ കമ്പി പോലത്തെ മെറ്റീരിയൽ, ഇതിന് നമ്മൾ വയറെന്നാണ് പറയുന്നത്. ഇത് അറ്റാച്ച് ചെയ്യേണ്ടത് ആദ്യം ഒരു സ്ലിപ്പ് നോട്ടും പിന്നെ 31 ചെയിൻ സ്റ്റിച്ചസ് ഇട്ടതിന് ശേഷമാണ് ഇത് അറ്റാച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക, അതിനുശേഷം 31 ചെയിൻ സ്റ്റിച്ചസ് ഇടുക. ഇനിയാണ് നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ വയറെടുത്ത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തി വെച്ച ഒരു ചെയിൻ സ്റ്റിച്ചില്ലേ, അതിനകത്ത് കൂടി ഈ വയറ് കിടത്തി വിടുക. ഇനി ചെയ്യുന്ന സ്റ്റിച്ചുകളെല്ലാം ഈ വയറിനെയും കൂടി ചേർത്ത് വേണം ചെയ്യാനായിട്ട്. ആദ്യം നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുവേണ്ടി തൊട്ടടുത്തുള്ള ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്തു. ഇനി ഇതുപോലെ ഓരോ സ്റ്റിച്ചും വയറ് കൂടി ചേർത്ത് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ലൂപ്പിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനടുത്തുള്ള ലൂപ്പിൽ അഗെയിൻ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതായത് 2 സിംഗിൾ ക്രോഷ്യ ഇനിയുള്ള സ്റ്റിച്ചസിൽ ചെയ്യുക. ഇനി നമുക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചിലും ഒരെണ്ണം വെച്ചിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ 3 എണ്ണം. ഇനി പറയുന്ന സ്റ്റിച്ചുകളൊക്കെ ചെയ്യുമ്പോൾ വയറും കൂടി ചേർത്ത് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് 18 ഡബിൾ ക്രോഷ്യ ചെയ്യാനുണ്ട്. ഇനിയുള്ള 18 ലൂപ്പുകളിൽ ഓരോന്നിലും വെച്ചിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. ദാ 18 ഡബിൾ ക്രോഷ്യ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത് വന്ന വർക്ക് ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്ത് വരുന്നത് കണ്ടോ. സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ദെൻ ഡബിൾ ക്രോഷ്യ വന്നപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത്. ഇത് ലീഫിൻ്റെ ഒരു സൈഡാണ്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യാനായിട്ട് 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി 2 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നൊരു ചേഞ്ച് ഉള്ളത് ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ചില്ലേ, അതിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഫിൻ്റെ ടേണിങ് വരുന്നുണ്ട്. അത് സ്മൂത്തായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഒരേ സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. എഡ്ജ് വരുമ്പോൾ ഒരു കർവ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാനായിട്ട് ആ വയറ് ഇതുപോലെ മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബാലൻസ് വന്നൊരു യാണും പിന്നെ ഈ വയറും പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചെയിൻ സ്റ്റിച്ചില്ലേ, അതിൻ്റെ ഒരു സൈഡും അതിലേക്കാണ് ഇനിയുള്ള സ്റ്റിച്ചസൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേർത്ത് പിടിച്ച് വേണം ഇനി ഓരോ സ്റ്റിച്ചും ചെയ്യാനായിട്ട്. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്ത പോലെ തന്നെ ഇവിടെയും സെയിം സ്റ്റെപ്സ് തന്നെ 2 സിംഗിൾ ക്രോഷ്യ, 3 ഹാഫ് ഡബിൾ ക്രോഷ്യ, 18 ഡബിൾ ക്രോഷ്യ, എഗെയിൻ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ, 2 സിംഗിൾ ക്രോഷ്യ, ദെൻ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങളിത് ശ്രദ്ധിച്ചോ, നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഒരേ സ്റ്റിച്ചിൽ ചെയ്തില്ലായിരുന്നോ എഡ്ജിൽ. അപ്പോൾ ഇതുപോലത്തെ എഡ്ജ് നമുക്ക് കിട്ടും, ഒരു കർവായിട്ട് കിട്ടും.
നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ നമ്മൾ ഈ വയർ വെച്ച് ചെയ്യുമ്പോൾ വർക്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൈ കൊണ്ടിട്ട് ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അത് പ്രശ്നമാക്കണ്ട. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ഇതിനെ വളച്ച് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. നമ്മളുടെ രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യം കഴിഞ്ഞു. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇടാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇട്ടിരുന്ന ഒരു ചെയിൻ സ്റ്റിച്ചിനകത്തു കൂടി വേണം യാൺ ഓവർ ചെയ്ത് വലിച്ചു കൊണ്ടുവരാനായിട്ട്. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ദെൻ ബാക്കി വരുന്ന യാൺ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ വയറുമായിട്ട് പിരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ലീഫ് റെഡിയായി. ഇനി നമുക്ക് ലീഫിനെ അതിൻ്റേതായ ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ടുളി ഫ്ലവർ എടുക്കുക. അതുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗമ്മാണ് യൂസ് ചെയ്യാറ്. അതിന് വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുക്കണം. ഞാനിവിടെ മെറ്റലിൻ്റെ സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ എഡ്ജിൽ ഇത് ഗം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ടുളി ഫ്ലവറിൻ്റെ അകത്തേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ അത് ഡ്രൈ ആയിക്കോളും. ഡ്രൈ ആയതിന് ശേഷം വേണം നമ്മൾ സ്റ്റെമ്മിന് യാൺ അറ്റാച്ച് ചെയ്യാനായിട്ട്. അത് ഇതുപോലെ ഗമ്മൊന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് പിരിച്ച് ഇതുപോലെ കൊണ്ടുവരിക. താഴെ ഒരു പകുതി എത്തുമ്പോഴത്തേക്കും നമുക്ക് ലീഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലീഫ് ഇതുപോലെ വെച്ചതിന് ശേഷം എവിടെയാണ് നമുക്ക് ഇഷ്ടമുള്ള അവിടെ വയ്ക്കുക. അതിന് ശേഷം ലീഫിന് കൂടിയിട്ട് ലീഫിലെ ബാക്കി വന്ന വയറില്ലേ, ആ വയറും യാണും എല്ലാം കൂടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പിരിച്ചെടുത്ത് കഴിയുമ്പോൾ ലീഫ് അവിടെ അറ്റാച്ച് ആയിക്കോളും. വേറെ ഗമ്മ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ലാസ്റ്റ് യാൺ പിരിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് എവിടെയാണോ തീരുന്നത് അവിടെ ഗം യൂസ് ചെയ്ത് യാൺ ഒട്ടിച്ച് കൊടുക്കുക. അത്രയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് നിൽക്കുന്ന യാണൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് രണ്ട് ലീഫൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. 2 ലീഫ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടും. ഇത് നമുക്ക് ടുലി ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക.